നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ആലപ്പുഴ ജില്ലയിൽ 4 പഞ്ചായത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. അമ്പലപ്പുഴ നോർത്ത്, അമ്പലപ്പുഴ സൗത്ത്, കരുവാറ്റ, പള്ളിപ്പാട് എന്നീ പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. പക്ഷിപ്പനി നിയന്ത്രണത്തിന്റെ ഭാഗമായി പ്രഭവ കേന്ദ്രങ്ങൾക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള എല്ലാ വളർത്തു പക്ഷികളെയും ശാസ്ത്രീയമായി കൊന്നു നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ സജീവമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 4 പഞ്ചായത്തുകളിലായി മൊത്തം 13,785 വളർത്തു പക്ഷികളെ കള്ളിങ്ങിന് വിധേയമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. വാർത്തകൾ വിശദമായി. ആലപ്പുഴ തോട്ടപ്പള്ളി തീരത്തെ കപ്പൽ മുങ്ങിയ സംഭവത്തിൽ മെഡിറ്ററേനിയൻ കമ്പനി ബാങ്ക് ഗ്യാരണ്ടി കെട്ടിവെച്ചു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം 1227.62 കോടിയുടെ ബാങ്ക് ഗ്യാരണ്ടിയാണ് കപ്പൽ കമ്പനിയിൽ ഹൈക്കോടതിയിൽ കെട്ടിവെച്ചത്. തുടർന്ന് വിഴിഞ്ഞത്തെ തടഞ്ഞിട്ട കപ്പൽ വിട്ടുകൊടുത്തു. നഷ്ടപരിഹാരം നൽകില്ലെന്ന ആദ്യ നിലപാടിൽ നിന്ന് കമ്പനി പിൻവാങ്ങുകയായിരുന്നു. 9,531 കോടിയാണ് കേരളം ആവശ്യപ്പെട്ടത്. നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലെന്ന ആദ്യ നിലപാടിൽ നിന്ന് പിൻവാങ്ങിയ കമ്പനി പിന്നീട് 131 കോടി നൽകാമെന്ന് അറിയിച്ചു. ഇതോടെ ഇടക്കാല ഉത്തരവ് പരിഷ്കരിച്ച കോടതി 1277 കോടി കെട്ടിവെക്കാൻ ഉത്തരവിടുകയായിരുന്നു. തുക കെട്ടിവെക്കാതെ കമ്പനിയുടെ MSC അക്വിറ്റേറ്റെ എന്ന കപ്പൽ വിട്ടുകൊടുക്കേണ്ടതില്ലെന്ന ഉത്തരവ് കോടതി പുതുക്കിയില്ല. ഇതോടെയാണ് 131 കോടി കെട്ടാമെന്ന നിലപാടിൽ നിന്ന് കമ്പനി പിന്നോക്കം പോയത്. അപകടം രാജ്യാതിർത്തിക്ക് പുറത്ത് 14.5 നോട്ടിക്കൽ മൈൽ അകലെയാണെന്നും നഷ്ടപരിഹാരം തേടിയുള്ള അഡ്മിറാൽറ്റി സൂട്ട് നിൽക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നുമായിരുന്നു കമ്പനിയുടെ വാദം. കഴിഞ്ഞ മെയ് 24 കേരള തീരത്ത് നിന്ന് 14.5 നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിൽ ആയിരുന്നു ലൈബീരിയൻ ചരക്കപ്പലായ MC എൽസ 3 അപകടത്തിൽപ്പെട്ടത്. പ്രതികൂല കാലാവസ്ഥ തുടർന്ന് ചരക്ക് കപ്പൽ അറബിക്കടലിൽ മുങ്ങിയത്. കപ്പലുണ്ടായിരുന്ന 640 കണ്ടെയ്നറുകളിൽ 13 എണ്ണത്തിൽ അപകടകരമായ വസ്തുക്കളുണ്ടായതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിരുന്നു. കപ്പൽ പൂർണ്ണമായി മുങ്ങിയോടെ കണ്ടെയ്നറുകൾ സംസ്ഥാനത്തിന്റെ തെക്കൻ തീരങ്ങളിൽ പലയിടത്തായി അടിഞ്ഞിരുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഭരണം തിരിച്ചുപിടിക്കാൻ തന്ത്രങ്ങളുമായി കോൺഗ്രസ്. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി AICC പ്രത്യേക നിരീക്ഷകരെ നിയോഗിച്ചു. സച്ചിൻ പൈലറ്റ്, കനയ്യകുമാർ, ഇമ്രാൻ പ്രതാപ് ഗാന്ധി, KJ ജോർജ് എന്നിവരടങ്ങുന്ന സംഘത്തെയാണ് ഹൈക്കമാൻഡ് നിയോഗിച്ചിരിക്കുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ യുവത്വത്തിന്റെ ആവശ്യം നിറയ്ക്കാനാണ് AICC ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായാണ് സച്ചിൻ പൈലറ്റ്, കനയ്യകുമാർ ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് നിയോഗിച്ചിരിക്കുന്നത്. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ ആസാമിലെ നിരീക്ഷകനായും നിയോഗിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യത്തോടെ വയനാട്ടിൽ ആരംഭിച്ച കോൺഗ്രസ് നേതൃത്വ ക്യാമ്പ് ലക്ഷ്യയ്ക്ക് ആവേശകരമായ തുടക്കം ലഭിച്ചിരുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. കോൺഗ്രസിന് മുന്നിലുള്ള 100 സീറ്റിലെ വിജയം എന്ന ഒറ്റ വഴി മാത്രമാണ്. ആരും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളാകാൻ ശ്രമിക്കുന്നതെന്നും KC വേണുഗോപാൽ പറഞ്ഞിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വൻ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നും BJPയും CPM ഒത്തുകളിച്ചാലും ജനവികാരം കോൺഗ്രസിനൊപ്പമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2 ഘട്ടങ്ങളിലായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നിലവിലെ കോൺഗ്രസിന്റെ ആലോചന. ജയസാധ്യത മാത്രം മാനദണ്ഡമാക്കി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ പ്രമുഖ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോവിലും ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ക്യാമ്പിൽ നേതാക്കളെ 3 മേഖലകളായി തിരിച്ച് ഗ്രൂപ്പ് ചർച്ചകൾ ആരംഭിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കും. പാത നിർമ്മാണത്തിന്റെ ഭാഗമായി കൂറ്റൻ പാറ തുറക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ സംസ്ഥാനത്ത് എത്തിച്ചു കഴിഞ്ഞു. വയനാടിന്റെ യാത്രാ ദുരന്തത്തിന് പരിഹാരമാകുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത പദ്ധതി അതിവേഗം പൂർത്തിയാക്കാൻ ആണ് സർക്കാർ ലക്ഷ്യം. 2 ഡ്രില്ലിംഗ് റിഗുകളാണ് നിലവിൽ പ്രദേശത്ത് എത്തിച്ചിരിക്കുന്നത്. നിലവിൽ തുരങ്ക കവാടത്തിലെ പാറകൾ പൊട്ടിച്ച് നിരപ്പാക്കുന്ന ജോലികളാണ് പുരോഗമിക്കുന്നത്. തുരങ്കമുഖം നിരപ്പാക്കിയാൽ മാത്രമേ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പാറ തുറക്കാൻ കഴിയൂ. നിലവിൽ 12 മണിക്കൂർ വീതമാണ് ജോലികൾ നടക്കുക. എന്നാലും തുരങ്ക നിർമ്മാണം ആരംഭിക്കുന്നതിന്റെ പദ്ധതി പ്രദേശത്ത് പല ഷിഫ്റ്റുകളിലെയും 24 മണിക്കൂർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കും. AK ബാലന്റെ പ്രസ്ഥാന പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാറാട് കലാപം ഓർമ്മിപ്പിക്കുകയാണ് AK ബാലൻ ചെയ്തതെന്നും ഏത് വർഗീയതയും നാടിന്റെ ആപത്താണെന്നുള്ള നിലപാടാണ് LDFന്റെ എന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇന്നത്തെ കേരളം നമ്മുടെ രാജ്യത്തിന് മുന്നിൽ മാതൃകയാണ്. വർഗീയ സംഘർഷങ്ങളില്ല, വർഗീയ കലാപങ്ങളില്ല എന്ന അതിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രം കേരളത്തിലുണ്ടായിരുന്നു. അതാണ് AK ബാലൻ ഓർമ്മിച്ചത് എന്നാണ് കരുതുന്നത്. അതിനിഷ്ഠമായ കലാപമായിരുന്നു മാറാട് കലാപം. ആ കലാപം നടന്നതിന് ശേഷം അന്നത്തെ മുഖ്യമന്ത്രി ആ പ്രദേശം സന്ദർശിക്കാൻ പോയി. നിങ്ങളുടെ കൂടെ അന്നത്തെ മന്ത്രിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടി വരാൻ പാടില്ലെന്ന് RS സംഘം നിർബന്ധം വെച്ചു. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ AK ആന്റണി പോകുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ കൂടെ കൂട്ടിയില്ല. അവരുടെ അനുവാദം വാങ്ങുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. എന്താണ് അത് വ്യക്തമാക്കുന്നത്? അത് എന്തുകൊണ്ട് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി അങ്ങനെ ഒരു നിലപാടെടുത്തത്? അതാണ് UDFന്റെ രീതി. UDF വർഗീയതയെ എങ്ങനെ സമീപിക്കുന്നു എന്നാണ് പ്രശ്നം. അതിന് ഉദാഹരണമാണ് അവിടെ കാണാൻ പറ്റിയത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UDFന്റെ നിലപാടുകളുടെ ഭാഗമായാണ് വർഗീയ പ്രശ്നങ്ങൾ ആളിക്കത്തുന്ന നിലയുണ്ടായെന്നും വർഗീയ സംഘർഷങ്ങൾ വ്യാപിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വർഗീയ സംഘർഷങ്ങൾ നേടുന്നതിൽ കൃത്യതയാർന്ന നിലപാട് അന്ന് UDF സ്വീകരിക്കാൻ സാധിച്ചിരുന്നില്ല. അതേ വർഗീയ ശക്തികൾ കേരളം വിട്ടുപോയിട്ടില്ലെന്നും ഇല്ല. പക്ഷേ അവർക്ക്
അഴിഞ്ഞാടാൻ കഴിയുന്നില്ല. അവർ തലപൊക്കാൻ ശ്രമം നടത്തിയാൽ കർക്കശമായ നീക്കങ്ങളോട് നേരിടുന്നതാണ് ഇന്നത്തെ സർക്കാരിൻ്റെ രീതി. അതാണ് LDFും UDFും തമ്മിലുള്ള വ്യത്യാസം. ഏത് വർഗീയതയും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ്, ഏത് വർഗീയതയും നാടിനാപത്ത് എന്ന നിലപാട് ആണ് സ്വീകരിച്ചു പോകുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ AK ബാലൻ്റെ വിവാദ പ്രസ്താവന CPMൽ ഭിന്നാഭിപ്രായം. മുഖ്യമന്ത്രി പിണറായി വിജയനെ ബാലനെ പിന്തുണച്ച് രംഗത്ത് വന്നപ്പോൾ ബാലനെ പൂർണ്ണമായും തള്ളുന്ന നിലപാടാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ്റേത്. ബാലൻ പറഞ്ഞത് അസംബന്ധമാണെന്ന് MV ഗോവിന്ദൻ പറയുന്നത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലാണ് MV ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കിയത്. AK ബാലനെതിരെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയിലും വിമർശനം ഉയർന്നിരുന്നു. വർഗീയത പറയുന്നവർ ആരായാലും വർഗീയതയെ എതിർക്കുമെന്നും കേരളത്തിൻ്റെ പഴയകാല അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബാലൻ സംസാരിച്ചതെന്നാണ് വ്യാഴാഴ്ച മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിവാദ പ്രവർത്തനം മുതിർന്ന നേതാവ് AK ബാലനെതിരെ വിമർശനം. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ് ബാലനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. CPM പ്രവർത്തകർ തലായ് ലതീഷ് വധക്കേസിൽ കുറ്റക്കാരനായ 7 RSS BJP പ്രവർത്തകർക്ക് ശിക്ഷ വിധിച്ച് കോടതി ജീവപര്യന്തം തടവും 1,40,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇതാണ് വിധി. തിരുവനന്തപുരം പ്രാവച്ചമ്പലത്ത് സിംഗിൾ നിർത്തിയിട്ടിരുന്ന ബൈക്കിന് പിന്നിൽ ടിപ്പർ ലോറി ഇടിച്ചിട്ടുള്ള അപകടത്തിൽ 2 പേർ മരിച്ചു. വിഴിഞ്ഞം സ്വദേശി അമലും ആലപ്പുഴ സ്വദേശി ദേവിയുമാണ് മരിച്ചത്. ഉച്ചയോടെയായിരുന്നു അപകടം. മരിച്ച 2 പേരും സുഹൃത്തുക്കളാണ്. അപകടത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും മരണപ്പെട്ടവരുടെ ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും നേമം പോലീസ് അറിയിച്ചു. പത്തനംതിട്ട റാന്നിയിൽ കാറും മിനി ബസും കൂട്ടിയിടിച്ചിട്ടുള്ള അപകടത്തിൽ ഒരാൾ മരിച്ചു. 10 പേർക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന കർണാടക സ്വദേശിയാണ് മരിച്ചത്. 2 വാഹനങ്ങളിൽ അയ്യപ്പ ഭക്തരായിരുന്നു ഉണ്ടായിരുന്നത്. ദർശനം കഴിഞ്ഞ് മടങ്ങിയ കർണാടക സ്വദേശികൾ സഞ്ചരിച്ച കാർ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച മിനി ബസ്സിൽ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കാർ ഓടിച്ചാൽ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായതെന്ന് ബസ്സിലുണ്ടായിരുന്നത് പറഞ്ഞു. അവിടെ തുടർന്ന് ബസ് പെട്ടെന്ന് നിർത്തിയോടെ മുൻവശത്തിരുന്ന ആളുകൾ പുറത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു. ഇന്നലെ രാവിലെ പാലക്കാട് വടക്കേഞ്ചേരി മംഗലം പാലത്ത് ലോറിയിടിച്ച അയ്യപ്പ ഭക്തർ മരിച്ചു. കോയമ്പത്തൂർ ഗാന്ധിപുരം സ്വദേശി ഗുണശേഖരനാണ് മരിച്ചത്. ഇടതുപക്ഷ അനുഭാവിയായ റജി ലൂക്കസ് BJPയിൽ ചേർന്നു. BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ചാനൽ ചർച്ചകളുടെ സജീവ ഇടത് ശബ്ദമായിരുന്നു റജി ലൂക്കസ്. ദ്രവിച്ച ആശയങ്ങൾക്ക് ഇനി പ്രസക്തിയില്ലെന്നും BJPയുടെ വികസന ആശയങ്ങൾ പ്രതീക്ഷയുണ്ടെന്നും പാർട്ടിയിൽ ചേർന്ന ശേഷം അദ്ദേഹം പ്രതികരിച്ചു. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ നിർണായകമായ ചില മാറ്റങ്ങൾ കൂടി യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണെന്നും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. കുട്ടികളുടെ സ്കൂൾ ബാഗിൻ്റെ ഭാരം കുറയ്ക്കുന്നതും ബാക്ക് ബെഞ്ചേഴ്സ് ഇല്ലാതെ ക്ലാസ് മുറികൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുടെ കരട് റിപ്പോർട്ടിന് ഇന്ന് ചേർന്ന സംസ്ഥാന കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയതായി മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.